മഴ കുഴപ്പിച്ചെന്ന് തോന്നുന്നല്ലേ? മഴ കുഴപ്പമില്ല, അത് തന്നെയല്ല അക്കങ്ങാനെ വിരിക്കാരനാ വെള്ളം വീട്ടാണ്. ഇവിടെ ഒരു കുഞ്ഞുങ്ങളില്ലാതെ എല്ലാം വരുന്നവരാണ്. അവിടെ അല്ല, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ആയിരുന്നല്ലോ, അപ്പുറമായിരുന്നു. ഇപ്രാവശ്യം എന്നാ പറ്റി? കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇതെല്ലാം വഴി സൈഡ് വേണം. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാക്കിൽ അമ്പലത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ പാക്കിൽ വാണിഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് ഈ പാക്കിൽ അമ്പലം. പരശുരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ചെയ്തത്. അവിടെ പ്രതിഷ്ഠ ചെയ്ത സമയത്ത് വിഗ്രഹം പീഠത്തിൽ ഉറയ്ക്കാതെ വന്നപ്പോഴത്തേന് ഇതിലെ മുറം വയ്ക്കാമെന്ന പാക്കനാര് അദ്ദേഹം ആണ് ഈ വിഗ്രഹം ഇവിടെ ഉറപ്പിച്ചെന്നാണ് ഐതിഹ്യം. അപ്പൊ ഇവിടെ പാർക്കെന്നും പറഞ്ഞാണ് ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെയാണ് ഈ പാക്കിൽ നിന്നുള്ള പേര് വന്നെന്നാണ് ഐതിഹ്യം. അപ്പൊ ഇവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിന് പകരമായി എല്ലാ വർഷവും കർക്കിടക 1 മുതൽ ഇവിടെ വന്ന് പാക്കിലമ്പലത്തിന്റെ മുന്നിൽ വന്ന് മുറം വയ്ക്കാനുള്ള അനുമതി പാക്കനാർക്ക് കൊടുത്ത് അങ്ങനെയാണ് ഇവിടെ ഈ പാക്കിൽ വാണിഭം ഇവിടെ തുടങ്ങിയത്. ഇതൊക്കെയാണ് നമ്മുടെ ക്ഷേത്രത്തുമായിട്ടുള്ള ഐതിഹ്യം. അപ്പൊ നമുക്ക് ബാക്കി ഇവിടുത്തെ വാണിഭ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പുതുപ്പള്ളിയിൽ നിന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം മഴ സ്വല്പം ശമിച്ചപ്പോഴത്തേനാണ് ഇത് നമ്മുടെ കൊല്ലാട് കവലയാണ്. കൊല്ലാട് കവലയിൽ നിന്ന് നേരെ കടുവാക്കുളം. അപ്പം പാക്കിൽ സംക്രാന്തി വാണിഭം എന്ന് പറയുന്നത് നമ്മുടെ പഴമയെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് ഒരു രസമാണ്. ഇത് കടുവാക്കുളമാണ്. ഇവിടുന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോഴത്തേന് പൂവന്തൂരത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ വഴി നേരെ പാക്കിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഈ പാക്കിലൊക്കെ ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. ജനസമുദ്രമായിരുന്നു. നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാരും എല്ലാ സാധനങ്ങളും മേടിക്കാനും ഇത് പാക്കിക്കവലയാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകാം. പാക്കിൽ ശ്രീധർമ്മ ശാസ്താക്ഷേത്രത്തിന് മുൻവശത്താണ് ഈ വാണിഭം നടക്കുന്നത്. ഇതുവഴി നേരെ ചിങ്ങവനം പോകുന്ന വഴിയാണ്. ഇതാണ് പാക്കിൽ അമ്പലം. ഇത് ഐതിഹ്യങ്ങളുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ അടുത്ത കാലത്ത് പണിത വിരിപ്പന്തൽ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ളൊരു പന്തലാണ്. നല്ല ഭംഗിയായിട്ടത് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് അമ്പലം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. പരശുരാമനാണ് ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ഇത് സർപ്പക്കാവാണ്. നല്ല ഈ നമ്മുടെ ശാസ്ത്രവിധിപ്രകാരം പണിതിരിക്കുന്ന നല്ല മനോഹരമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കച്ചവടക്കാരെല്ലാം 1-ാം തീയതി തൊട്ടാണ് ഇപ്പോഴും സ്റ്റാളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്റ്റാളുകളൊക്കെ കുറവാണ്. എങ്കിലും എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് വീട്ടിലെ പേർക്കുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഈ വാണിഭ മേളയുടെ പ്രത്യേകത. സംക്രാന്തി വാണിഭം ഇന്നലെയായിരുന്നു. 1-ാം തീയതി അതൊരു ദിവസം ഉള്ളായിരുന്നു. ഇതെന്ന് പറയുന്നത് കർക്കിടകം തൊട്ട് ചിങ്ങം വരെയാണ് ഇവിടുത്തെ വാണിഭം. എല്ലാം വളരെ വിലക്കുറവിൽ കിട്ടും. അതുപോലെ പഴമയെ വിളിച്ചോതുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന മുറം, അതുപോലെ ഇത് കണ്ടോ നമ്മുടെ തടിയും കൊണ്ടുള്ള പല തവികളെ, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇത് കണ്ടോ സ്റ്റൂളുകളെ, ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഇവിടെയുണ്ട്. എല്ലാത്തിൻ്റെയും ഓരോ സ്റ്റാളുകളായിട്ടുണ്ട്. അതുപോലെ ചെരുപ്പ്, ചെടിച്ചട്ടി, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പം കനത്ത മഴ ഇവരെല്ലാം ബാധിച്ചിരിക്കുകയാണ്. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റുവരാത്ത രീതിയിലുള്ള മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടുതൽ പ്ലാസ്റ്റിക് സാധനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുറമെന്നൊക്കെ പറയുന്നത്, പണ്ട് കാലത്തെ മുറമെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ പണ്ട് കാലത്ത് നമ്മളൊക്കെ കിടന്നുറങ്ങിയ പായുണ്ട്, തഴപ്പായെന്ന് പറയുന്നത്. അതൊന്നും ഇന്ന് കണി കാണാൻ പോലും ഇല്ല. പക്ഷെ അതെല്ലാം ഇവിടെയുണ്ട്. അതുപോലെ കൊട്ടകൾ, നമ്മുടെ പണ്ട് കാലത്തുള്ള ചൂരൽ കൊണ്ടുള്ള കൊട്ടകൾ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്.
പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഉണ്ട്. ഏത് സാധനവും നമുക്കിവിടെ കിട്ടും കണ്ടോ. വീട്ടു സാധനങ്ങളാണ് കൂടുതൽ, ചട്ടിയും കലവുമായിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലെ മഴ പെയ്യുന്നതുകൊണ്ട് ആൾത്തിരക്കില്ല, കച്ചവടക്കാരെല്ലാം ആകപ്പാടെ സങ്കടത്തിലാണ്. അതുപോലെ കത്തികളെ എല്ലാ സാധനങ്ങളും ഇവർ നിരത്തിയിട്ടുണ്ട്. അതുപോലെ ചെടികൾ ഒരു സ്റ്റാള് വേറെയുണ്ട്, എല്ലാ ചെടികളെ. അതുപോലെ ഒത്തിരി നമ്മൾ ഇപ്പോൾ അന്യം നിന്ന് പോയ ഒത്തിരി തൈകളൊക്കെ ഉണ്ട്, ഇതിൻ്റെ വിത്തുകളെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം ഇവർ കളക്ട് ചെയ്ത് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കമ്മലുകളെ എല്ലാം അടുക്കി വെക്കുന്നു. ഉണ്ടോ, ഫലവൃക്ഷ തൈകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം കുറച്ച് മുമ്പ് നമ്മളോട് പരാതി പറഞ്ഞ ഈ അമ്മച്ചിയാണ്. അവർക്ക് ഈ സാധാരണ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിരുന്നു ഈ പായയുടെയും കൊട്ടയുടെയും. അപ്പം നമുക്ക് വഴിയെ പോകുമ്പോഴൊക്കെ ഇത് കാണുകയും മേടിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. ഇവരെ ഇപ്പം പുറകോട്ട് മാറ്റിയതുകൊണ്ടാണ് അവർ പറയുന്നത്. അത് നല്ലൊരു കാര്യമാണ് അവർ പറഞ്ഞത്. ഉണ്ടോ, ഇവരൊക്കെയാണ് പഴയ കാലത്തെ മുറങ്ങളൊക്കെ വിൽക്കുന്നത്, ഇവരൊക്കെയാണ് ഈ വാണിഭങ്ങളൊക്കെ നിലനിർത്തുന്നത്. നിരവധി സാധനങ്ങളുണ്ട്, നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം ഇവിടെ കിട്ടുമെന്നുള്ള ഒരു കുടക്കീഴിലെല്ലാം ഉണ്ട്. അതുപോലെ മധുര പലഹാരങ്ങളുടെ ഒരു കലവറ തന്നെയുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ലൈവായിട്ട് ഉണ്ണിയപ്പം ഈ ചേട്ടൻ സംക്രാന്തിയിലുണ്ടായിരുന്നു. ഇന്നലത്തെ പരിപാടി കഴിഞ്ഞ് ഇന്നാണ് അവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം രാവിലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണ്, അടുത്തത് ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ലൈവായിട്ട് ഉണ്ണിയപ്പം ഉണ്ട്, പക്കാവട, അതുപോലെ ഉഴുന്താട എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് നേരെ പുതുപ്പള്ളിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതുപ്പള്ളി ടുഡേ ലൈവ്.